എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഏൽപ്പിക്കുന്നവരൊക്കെ ഒരു ദിവസമായിട്ടും ചൂസ് ചെയ്യണം അല്ലേ. പിന്നെ അവരെ പിന്നത്തേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതങ്ങ് സമ്മതിക്കും. അങ്ങനെ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഞാൻ ഊഞ്ഞാല് തൂക്കിയിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 2 ഊഞ്ഞാല് അടുത്തടുത്തായിപ്പോയി. അപ്പം നിസാറയ്ക്ക് അന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ അടുത്തടുത്ത് ക്ലാമ്പ് കൊടുക്കരുത്, അത് തട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് തട്ടത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അന്ന് കൊടുത്തതാണേ. അപ്പം ഇതിനിടയിൽ ഞാൻ കാറും കൂടി ഒന്ന് കഴുകിയെടുത്ത് കേട്ടാ. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഊഞ്ഞാല് തമ്മിൽ തട്ടുന്നുണ്ടായിരുന്നേ. ഇവിടെ വാ, ഇങ്ങോട്ട് വാ സനക്കുട്ടി, ഇവിടെ കൊണ്ടുവാ, ഇവിടെ കഴിവ്. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് സനക്കുട്ടി വന്ന് നിന്ന് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം അതിനിടയ്ക്ക് എന്നെ രാവിലെ തന്നെ അശോകൻ എത്തി. അപ്പോൾ ഇവര് ഈ 4 ചുറ്റും കഴ കെട്ടിയിട്ടാണ് പിന്നെ അത് ഡ്രില്ല് ചെയ്ത് ക്ലാമ്പ് പിടിപ്പിച്ചത്. ക്ലാമ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെൽഡിങ്കാരെടുത്ത് പറഞ്ഞു, അങ്ങനെ വെൽഡേഴ്സ് വന്ന് അത് വെൽഡ് ചെയ്തേ. അതിന് ശേഷമാണ് ഇപ്പം അശോകൻ മുകളിൽ പൂശി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ. ഫൈനൽ എന്ന് പറയണത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പം അതിൽ പുട്ടിയിട്ടിട്ട് വൈറ്റ് പെയിൻറ്റും കൂടി അടിക്കുമ്പം സംഭവം ക്ലിയർ ആവും. അപ്പോൾ ഒരു 8 ഇഞ്ച് മാറ്റിയാണ് അങ്ങോട്ടേക്ക് ചെയ്തതേ. അത് കഴിഞ്ഞപ്പോൾ നടയെല്ലാം ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് പൊടിയാവൂല. അശോകൻ എല്ലായിടവും നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോയത്. പക്ഷെ എന്നാലും ഈ കുഞ്ഞു അതായത് പൊടിയായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കും കേട്ടോ. അപ്പം അടിയിൽ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് നീറ്റാക്കിയൊക്കെയാണ് ചെയ്തത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനും ഫാബിമോളും കൂടി ഇവിടെ വെള്ളം ഒഴിച്ച് ഈ വരാന്തയെല്ലാം കഴുകണം. കാരണം കുഞ്ഞും കൂടി ഉള്ളതല്ലേ. അപ്പം അവൾ ഓടി ഇവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതെല്ലാം ഇവിടെ എല്ലാം നല്ല വൃത്തിയായി ഒന്ന് കഴുകി ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കണേ. രണ്ട് കൈ തേച്ച് വരും, തേച്ച് വരും, തേച്ച് വരും, തേര് മോളെ, ഇങ്ങനെ തേച്ച് വരും. എന്റെ ചെടിയെ ഒടിക്കരുത്. ഇതെന്താ കൊടയാ? സനക്കുട്ടിയുടെ കൊടയാണോ? ബട്ടർഫ്ലൈ എവിടെ പോയാ? സനക്കുട്ടി വന്നാ വരും കേട്ടോ. അത് എവിടെ പോയി? ചിലപ്പോ അപ്പുറത്ത് കാണും. വാ, ഇവിടെ കാണും. അപ്പൊ ഇതിനിടയിൽ മോസ്കിറ്റോ നെറ്റിന്റെ ആൾക്കാർ വിളിച്ചിട്ട് അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതെല്ലാം ഒരു ദിവസമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഫ്രെയിമൊക്കെ മാറ്റിയിട്ട് ഇവര് കൊണ്ടുവന്ന ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ഷിജു ആണ് കേട്ടോ. അപ്പൊ ഷിജു ആണ് ഇത് ഇളക്കിതാ മാറ്റി. ഇനിയിപ്പം ഇവര് കൊണ്ടുവന്നത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ സനക്കുട്ടി അവിടെ നോക്കി അവൾക്ക് ഇതുപോലെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ കുറച്ച് നാളായിട്ട് മോസ്കിറ്റോ നെറ്റ് ചീത്തയായിട്ട് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കൊതുകുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ടേ. അപ്പം നമുക്ക് ഈ പറഞ്ഞ മാതിരി വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ്. എന്തായാലും ഇന്നിപ്പം അതിനൊരു പരിഹാരമായി. ത്രെഡ് ടൈറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ സംഭവിച്ച പോലെ തന്നെ ത്രെഡ് പൊട്ടും. നൈലോൺ ത്രെഡ് ആണ്. അപ്പൊ അതെങ്ങനെ ടൈറ്റ് ആവുന്നത്? എങ്ങനെ ടൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ഇത് കയറാനുള്ള രീതിയിലുള്ള ഹോൾസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇത് കെട്ട് വീഴുമ്പോൾ ഇത് കയറില്ല. ആ സാഹചര്യത്തിലാണ് ഇത് പൊട്ടുന്നത്. അപ്പൊ നമ്മൾ ആ താഴെ ഒന്ന് നോക്കിയേക്കണം അല്ലേ, പൊടിയാണ്ട് ക്ലീൻ ചെയ്യാം. കുറച്ചുകൂടി സ്മൂത്ത് ആണ്. അകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. മറ്റേ കുറച്ചുകൂടെ കയറി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പിടിക്കാൻ ഇങ്ങനെ ഒരു പടിയണക്ക് അങ്ങനെ തന്നെ വീഴുന്നത്. നമ്മളുടെ വീട്ടിലെ ഇവിടെ മോസ്കിറ്റോ നെറ്റ് ചീത്തായ കാര്യമൊക്കെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ പുതിയൊരു നെറ്റ് വെക്കണമായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഈ ഡോറ് പോലെ തുറന്നിട്ട് അതിനോട് എന്തുകൊണ്ടോ ഫ്രണ്ടിൽ അത് വെക്കുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നി. അതുകൊണ്ട് അത് വേണ്ട, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ നെറ്റ് ഗാർഡ് കണ്ടത് കേട്ടാ. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പം മിഥുനാണ് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത്. അപ്പം മിഥുൻ പറഞ്ഞ് അത് നല്ല ഒരു ഇതുണ്ട്, അവര് ഡയറക്റ്റ് ഡീലേഴ്സ് ആണ്. മാനുഫാക്ചറിങ് അല്ലേ, അവര് ഡയറക്റ്റ് ആണ്. അപ്പം അത് ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്നത് പോലത്തെ തന്നെ. ഞാൻ പറഞ്ഞു അയ്യോ അതെനിക്ക് വേണ്ട, കാരണം അത് ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയതാണ്, പണി കിട്ടിയ കേസ് എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല, ഇവരിപ്പം നല്ല പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് വയ്ക്കുമ്പോഴേക്ക് അത്
ശരിയായ കരങ്ങളിലേക്ക് എത്തിയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. കാരണം ഞാനിത് ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്താണ് ഈ നെറ്റ് ഗാർഡ് കണ്ടത്. അപ്പൊ ഒരുപാട് റിവ്യൂ ഒക്കെ നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഇവര് ബേസിക്കലി ഇവിടെ അല്ല കേട്ടോ, ട്രിവാൻഡ്രം അല്ല, നമ്മൾ എറണാകുളമാണ്, കലൂരാണ് നമ്മുടെ വരുന്നത്. മാനുഫാക്ചറിംഗ് യൂണിറ്റ് അവിടെ തന്നെയാണ്. നമ്മള് 16ഓളം പ്രൊഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മള് ഡീലേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നെറ്റ് ഗാർഡിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ അവര് നിങ്ങളുടെ വീട്ടിലെ മെഷർമെന്റും കാര്യങ്ങളും എത്ര ദൂരത്താണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് കേരളത്തിലെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ ലക്ഷദ്വീപിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി, ഒരുപാട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും സമാധാനമാണ് കേട്ടോ. ഇനിയിപ്പൊ സനക്കുട്ടിക്ക് കൊതുകടി കൊള്ളാതൊക്കെ ഇരിക്കാം ഇല്ലടാ. അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാമേ. അപ്പൊ ഇതിനിടയിൽ കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് സനക്കുട്ടിയുടെ ബർത്ത്ഡേ നാളെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ കുറച്ചധികം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. അപ്പൊ കുറച്ച് ജോലികൾ ഇന്ന് ഞാൻ തീർത്തു വെക്കാന്ന് വിചാരിച്ചേട്ടാ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് സവാള ചേർക്കുകയും ചെയ്യരുത്. അതായത് ഇപ്പം നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുന്ന അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ നമ്മൾ സവാള ചേർക്കരുത്, പെട്ടെന്ന് ചീത്തയായി പോയി. വീട്ടിലൊക്കെ അയക്കുമ്പോൾ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. എന്നിട്ട് ഒരു 5 or 6 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ബീഫിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വേകുന്ന ടൈം എന്ന് പറയണത്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങാതെ ഞാൻ ഇങ്ങനെയുള്ളത് കുറച്ചൊന്ന് പ്രിപ്പറേഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പം ഞാൻ ചിക്കൻ കഴുകിയതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു തലേ ദിവസം തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാമല്ലോ. പിന്നെ 1 ഉണ്ട വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്ത് തോലോടെ കൂടിയിട്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചതാണേ. എന്നിട്ട് നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇതങ്ങ് ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്യണത് കേട്ടോ, പുറത്ത് വെക്കരുതേ. അപ്പം ഞാൻ അങ്ങനെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയേ. ഇനി ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ വിചാരിച്ചു ഈ അടയൊന്ന് മുറിച്ചിട്ടിട്ട് ഞാൻ കണ്ടെയ്നറിലെല്ലാം ആക്കി വെച്ചിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇപ്പം ഞാൻ സമയം നോക്കുമ്പോഴേക്ക് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി തിരക്കായി പോയി കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതാ അട ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇത് റിബൺ അടയണേ. എന്നിട്ട് ഞാനിതാ അതിനെ ഒന്ന് കണ്ടെയ്നറിലേക്ക് മാറ്റിയ ശേഷമാണ് ഞാൻ ഓർത്തത് റബ്ബേ ശർക്കര ഉരുക്കി വെച്ചില്ലല്ലോ എന്ന്. എൻ്റെ കയ്യിൽ ഉരുക്കിയതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ശർക്കരയും കൂടെ ഉരുക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഇപ്പം ഇതാ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് എടുത്ത് വെച്ച് കേട്ടോ. അപ്പം ഇതിപ്പം ഇതാ ഒരു 2 പാക്കറ്റ് ഞാനിപ്പോൾ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കാണ് ഉരുക്കിയെടുക്കുന്നത്. രാവിലെ തന്നെ ഞാനൊരു 4:30 ആയപ്പോഴേക്ക് എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3:30 അലാം വെച്ചിരുന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. അപ്പം കടലപ്പരിപ്പ് ഞാൻ കുറച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് അത് കുതിരാൻ വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത്. അപ്പം അത് ഞാനൊരു കുക്കറിലേക്ക് വെച്ചു, അത് വേവിക്കാനായിട്ട് അവിടെ വെച്ചു. ഒരു സൈഡിലേക്ക് അട വേവിക്കാനുള്ള വെള്ളം വെച്ചു. തിള വരാറായപ്പോഴേക്ക് ഇന്നലെ ഞാൻ കണ്ടെയ്നറിലാക്കി വെച്ച അട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇത് ഈ അട ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, കുറച്ച് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ നമ്മൾ കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ രാത്രി നമ്മളുടെ ഈ ചവ്വരിയെ, അതും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതും ഒരു സൈഡിൽ വേവിക്കാൻ വെച്ചു. അപ്പോൾ സവാള ഇതിനിടയ്ക്ക് ഞാൻ പൊളിച്ചെടുത്ത് ഇതൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അതാ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഫാബിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മിയെ രാവിലെ തന്നെ എന്നെയും കൂടി വിളിക്കണേന്ന് പറഞ്ഞിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ, പാവം കിടക്കട്ടെ, പിള്ളേരല്ലേ അവരൊക്കെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങട്ടെ പാവം. അപ്പം ഞാൻ വിളിക്കാൻ പോയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവൾ വരുമ്പോൾ എന്നെ വഴക്കുറയും എന്ത് വിളിക്കാത്തതെന്ന് ചോദിച്ചോണ്ടേ. അപ്പം ഇതാ അല്ലെങ്കിലും സുബൈയുടെ ടൈം ആകുമ്പോൾ അവൾ എഴുന്നേക്കും.
അപ്പം ഞാൻ ഇതിനിടയിൽ ചൗരി വെന്തത് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടാ. പിന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യണതല്ലേ നല്ലത്. ഇപ്പം അവർ വിളിച്ചിട്ട് എനിക്ക് അതാണ് എഴുതാൻ കേട്ടാ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാനൊരു 3:30 വെച്ചത് ഇന്നലെ ലേറ്റായിട്ട് കിടന്നത് കാരണം അങ്ങ് ഉറങ്ങിപ്പോയതാണ് കേട്ടാ. അപ്പം ഞാൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവയും പട്ടയും ഗ്രാമ്പൂ ഏലക്കയൊക്കെ ഒന്ന് ഇടേണ് കേട്ടാ. അപ്പം എല്ലാം ഒരേ സമയത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ അപ്പുറത്തെ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടാ. പെട്ടെന്ന് ജോലി ഒതുങ്ങുകയും ചെയ്യും. എനിക്കാണെങ്കിൽ എന്ത് ജോലികളുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ജോലികൾ തീർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഒരു പ്ലാനിങ് തന്നെയാണ് കേട്ടോ, ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും. ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പം ഞാൻ ഈ 3:30 അലാം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ഒതുക്കി മാറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തോ ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അലാം കേട്ടാ എഴുന്നേക്കാത്ത ഒരാളേ അല്ല കേട്ടോ. എന്തോ അത്രത്തോളം ക്ഷീണം ആയിപ്പോയെന്നു തോന്നുന്നു. അപ്പം അട വെന്തപ്പോഴേക്കും അതും ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൽ ആ ഒരു സ്റ്റാർച്ചും ഒക്കെ ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നത്. അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ തന്നെ ആണല്ലോ. പിന്നെ ഇന്നിപ്പം 2-3 ഐറ്റം ഒരുമിച്ച് ചെയ്യണത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതിനെ കുറിച്ചൊന്നും പറയാത്തത് കേട്ടോ. ഇതിലേക്ക് തന്നെ തക്കാളിയും ഒക്കെ ഇട്ട ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകണമെന്ന് തോന്നിപ്പോകും കേട്ടോ. ഇപ്പോൾ സനക്കുട്ടിക്ക് ഇപ്പോൾ അടുത്ത ബർത്ത്ഡേ ആയി. അപ്പം ചിക്കൻ കഴുകിയത് ഇതിലേക്ക് ഇട്ടു. ഇതൊന്ന് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടാ. അപ്പം ഇത് ഇനിയിപ്പം അവിടെ ഇരുന്ന് വെന്തോളുമല്ല, അത് മൂടി വെച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോകാൻ കരുതി. ഇപ്പം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വലിയ ചെമ്പ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല ഇരുട്ട് കേട്ടോ വെളിവശത്ത്. ഇപ്പോൾ 6-6:30 മണി ആവുമല്ലോ നേരം വെളുക്കാനൊക്കെ. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ, നല്ല ഇരുട്ടാണ്. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുമുണ്ട്, തണുപ്പൊന്നും അല്ല കേട്ടോ, നല്ല ചൂടുമുണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണോ ചൂടുള്ളതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് അട ഇതിലേട്ടിട്ടിട്ട് കുറച്ച് നേരം എടുക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുന്നതായിട്ടൊക്കെ തോന്നും. ഇതിപ്പം ഞാൻ ഇന്നലെ ഉരുക്കിയെടുത്ത ശർക്കര മാറ്റി വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയെ കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ശർക്കര എപ്പോഴും നമ്മൾ അരിച്ച് തന്നെ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അതിൽ നല്ല അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഉരുക്കിയ ശർക്കര നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേ നേരം വഴറ്റിയ ശേഷമാണ് കേട്ടോ ഇതിപ്പം അതാ ഉരുക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഫാബിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സനമോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിണുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മോളെ അവളെ ഒന്ന് ഉറക്കാനായിട്ട് നോക്കെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശരിക്കും ഉറങ്ങിയില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്താ ശർക്കര ഉരുക്കിയത് ആവശ്യത്തിന് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയില്ലേ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൗവരിയൊക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ്, അടപ്പായസമാണോ കടലപ്പരിപ്പ് ഏതാണ് ഇഷ്ടം? ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഞാൻ ഏലക്ക ഇതുപോലെ പൊടിച്ചെടുത്തൊരു ഈ കുപ്പിയിലാക്കി വെച്ചേക്കും കേട്ടോ. ചെറിയ കുപ്പിയിലേ പൊടിച്ചെടുത്ത് വെക്കാറുള്ളൂ. കാരണം ഒരുപാട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മണമൊന്നും ഉണ്ടാകത്തില്ല പിന്നീട് അങ്ങോട്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ആ ചൗവരിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവണം. ഇത് വലിയൊരു ചെമ്പാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കറി എന്തായെന്ന് നോക്കാം. ഇതാ ഇവിടെ കറിയും റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ സലൂനൊന്നും അങ്ങനെ മട്ടൻ കറിയൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇവിടെ നമുക്കൊക്കെ മട്ടൻ കറിയൊക്കെയാണ്, എനിക്കും നിസാർക്കൊക്കെ മട്ടൻ കറിയാണ് ഇഷ്ടം കേട്ടോ. സലൂനൊക്കെ ചിക്കൻ, പിള്ളേരുടെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ചിക്കനോടാണ് വലിയ പ്രിയം. അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ചിക്കൻ കറി കുറച്ചുണ്ടാക്കിയത്. അപ്പോൾ എന്താ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് ഞാൻ കഴുകിയെടുത്ത അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പൊക്കെ കഴുകി തന്നെ എടുക്കണം, അതിലൊക്കെ അഴുക്കുണ്ടാവും കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇതായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇത് പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പാണേ.
അപ്പം അത് ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്ക് കഴുകി വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പായസത്തിൽ കുടിക്കുന്നവർക്ക് നല്ല റാഹത്തായിട്ടൊക്കെ കുടിക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പായസത്തിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിക്കാൻ നിന്നില്ല, അത് അടച്ചു മിൻസാറിക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ചൗരി വേവിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പായസമാണ് കടലപ്പരിപ്പ് പായസം കേട്ടോ. അപ്പം നന്നായിട്ട് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സേമിയ പായസം വലിയ പ്രിയമില്ല കേട്ടോ. പാല് ചേർത്ത പായസം ആയതുകൊണ്ട് എനിക്ക് അതിനോട് പ്രിയമില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ സേമിയ പായസം ഇഷ്ടമാണോ? അപ്പം ഞാൻ മട്ടൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 കുക്കറിൽ വെച്ചിട്ടാണ് അത് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒറ്റ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊരു അസൗകര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 കുക്കറിൽ ഒരേപോലെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അതിനുള്ള സവാളയൊക്കെയാണ് ഞാൻ അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോഴത്തേക്ക് പായസവും റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഈ കടലപ്പരിപ്പ് അതുപോലെ തന്നെ അടപ്പായസം ഇതൊക്കെ നല്ലതുപോലെ വരട്ടി തന്നെ എടുക്കണമല്ലോ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്താ ഇതിന് ആവശ്യമുള്ള ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഇരുന്നാണ് ഒന്ന് കുറുകി വരുന്നത് കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചെടുക്കാനുള്ളത്. അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായപ്പോഴേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാലയും എല്ലാം ചേർത്തത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ കലക്കി ചേർക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ നമ്മൾ ഒന്നിൽ മിക്സിയിൽ അരച്ച് ചേർക്കണം, അതല്ലെങ്കിൽ ഇതുപോലെ കലക്കി ചേർത്ത് കഴിഞ്ഞാലേ നല്ല ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ആ മസാലയും അവിടെ ഇരുന്നൊന്ന് റെഡിയാവട്ടെ. ഞാൻ എന്താ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് അത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇതാ നമ്മുടെ മട്ടൻ പീസസ് കഴുകിക്കൊണ്ട് വന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. എൻ്റെ കുക്കർ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം എനിക്ക് 2 ബാച്ചായിട്ട് ഞാൻ ഉണ്ടാക്കണത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഞാൻ മട്ടൻ കറിക്കാണെങ്കിൽ ഒരുപാട് അങ്ങ് വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മട്ടൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കറി വെക്കുമ്പോഴായാലും നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ ഉപയോഗിക്കാൻ നോക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ സനക്കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഒരു രസം തന്നെയല്ലേ, അല്ലാതെ ഇതിൽ മറ്റർത്ഥങ്ങളൊന്നും ആരും കാണണ്ട. കുഞ്ഞുങ്ങൾക്കും അതൊക്കെ ഒരു സന്തോഷം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിന്. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചാണ് ബാക്കി കുഴച്ചെടുത്തത്. എന്നിട്ട് ഇതാ നമ്മളുടെ ഇടിയപ്പം മേക്കർ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ ഇതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ എനിക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ആ ഒരു ടെൻഷനേ ഇല്ല, ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത് ഞാനിങ്ങനെ ഒരു ഇടിയപ്പ ചെമ്പിലുള്ളത് വെച്ചു. അപ്പം 2 ചെമ്പുണ്ട് കേട്ടോ ഇതുപോലത്തെ എനിക്ക്. അപ്പം ഞാൻ അടുത്തത് അപ്പുറത്തെ അടുപ്പിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചേ. അതിനിടയ്ക്ക് ഇതാ 2ാമത്തത് ഞാൻ മട്ടൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ച് മസാലയൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് ജോലി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാൻ ഇതുപോലെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരെണ്ണം കഴിയാനായിട്ട് നിന്ന് അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നൊന്നും എൻ്റെ പണി തീരത്തില്ല. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടി കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ. അപ്പം നമുക്കറിയാമല്ലേ ഇളക്കി എടുക്കുമ്പോഴേക്ക് മസാല കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം നമുക്കൊന്നുമില്ല, ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയേ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി നമുക്ക് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ
അത് അവിടെ ഇരുന്ന് അങ്ങ് വെന്തോളുമല്ലോ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികൾ തീർക്കുകയും ചെയ്യാം. അപ്പോഴേക്ക് ഇതാ ഒരു തട്ട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ തട്ടി നമ്മളുടെ കാസറോളിലേക്കൊന്ന് മാറ്റി വെക്കണേ. മുമ്പൊക്കെ ഇതുപോലെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അന്ന് ഗൾഫിലായിരുന്ന സമയമാണ് കേട്ടാ. അപ്പോഴൊക്കെ ഇൻസാറിക്കയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഓഫീസിൽ നിന്ന് വിളിക്കും. അപ്പം ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന കറി പിന്നത്തേക്ക് വെക്കാൻ ഇഷ്ടമില്ല. അതായത് ഓരോ പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ബീഫ് റെഡിയാക്കി തണുത്ത ശേഷം കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. ആ ബീഫ് ഞാനൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചിട്ട് പെരിഞ്ചീരകവും വറ്റൽമുളകൊക്കെ ഇട്ട ശേഷം ഇതിലേക്ക് ഒഴിച്ച് അതിന് വരട്ടിയെടുക്കണം. പിന്നെ നമുക്ക് പത്തിരി ഞാനിവിടെ പരത്തിയിട്ട് ഈ പാനിൽ വെച്ചിട്ട് പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പത്തിരി ഇതിലേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അന്നൊക്കെ ഇതുപോലെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ എല്ലാവരെയും വിളിക്കുമ്പോഴേക്ക് ടേബിളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയൊക്കെ വെക്കണത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല ഒരു കാലമായിട്ട് എനിക്കെപ്പോഴും തോന്നും. പക്ഷെ അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെതായ, അന്ന് ചാനലൊന്നും ഇല്ല കേട്ടോ, അതിൻ്റെതായ സമയവും കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പം എനിക്ക് അത്രത്തോളം സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ ആരോഗ്യപരമായിട്ടും അന്നത്തെ ആ ഒരു ഊർജ്ജമൊന്നും ഇന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്, പക്ഷേ ശരീരം കൂടി അതിന് തക്ക രീതിയിൽ വഴങ്ങണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ശരിക്കും നല്ല ഒരു ഡ്രൈ റോസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, ആ പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ പത്തിരി ബാക്കിയുള്ള ഈ പത്തിരിയൊക്കെ എനിക്ക് ഉരുട്ടി തന്നത് ഫാബിമോളാണ് കേട്ടോ. മാവ് ഞാൻ കുഴച്ചു കൊടുത്തപ്പോഴേക്കും അവളിതെല്ലാം ഉരുട്ടി തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുത്ത് വെക്കാമല്ലോ. ഇതാ കണ്ട, നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുന്നത്. കഴിക്കാനാവുമ്പോൾ നല്ല ടേസ്റ്റും ആണല്ലോ. അപ്പോൾ അത് ഞാൻ കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കാനായിട്ടാ. ഇതുപോലെ നമ്മൾ ഓരോരോ ജോലികൾ അപ്പോഴപ്പോഴും തന്നെ കണ്ടെയ്നർ ആയതോ കാസറോളോ അതിലെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ജോലി ഒതുങ്ങും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി ഒതുക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതടച്ച് ഞാനൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഫ്രൈ ആക്കി അങ്ങ് എടുക്കാനായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ വെന്ത മട്ടൺ ഉണ്ടല്ലോ, ഞാൻ കുക്കറിൽ നിന്ന് എടുത്ത് ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാണ്. കാരണം ഈ പാനിലിരുന്ന് നല്ലതുപോലെ ഒന്ന് തിള വരട്ടേന്ന് എഴുതി. കണ്ട, മട്ടണിലേക്ക് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മട്ടണിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് 2 കുക്കറിലുള്ളതും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഒരു തിള വരുമ്പോഴേക്ക് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അതിനിടയിൽ ചിക്കൻ ഫ്രൈ ആയതും എടുത്ത് മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പാത്രം കഴുകാനാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാത്രം കഴുകൽ അത്ര എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ജോലിയല്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പാത്രം കഴുകാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. മട്ടണൊക്കെ പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ടേ. ഇവിടെ നമ്മുടെ സനക്കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഭാഗ്യമോളൂ ഈ സനക്കുട്ടിയെ റെഡിയാക്കി കൊണ്ടുവന്നേ. അപ്പോൾ സനക്കുട്ടി വന്നപ്പോഴേക്ക് ഇവിടെ ബലൂണൊക്കെ ഇങ്ങനെ നമ്മുടെ സലുവാണ് പമ്പ് ചെയ്ത് ഇവിടെ കെട്ടി വെച്ചത് കേട്ടോ. അപ്പം അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനിയത്തി വിളിച്ചോണ്ട് വരികയാണ്, വന്ന് നിന്ന് ഇതൊക്കെ കാണാനേ. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം കേട്ടോ. അവള് രാത്രി കിടക്കാൻ പോയപ്പോഴും ഇതൊന്നും കണ്ടില്ലല്ലോ. അപ്പം സലുവിന് പറ്റണതുപോലെയൊക്കെ അവൻ ബലൂണും ഇതുപോലെ പമ്പ് ചെയ്താണ് കെട്ടി വെച്ചത് കേട്ടാ, ചെയ്തു വെച്ച്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അവളുടെ മുഖത്ത് നോക്കിക്കുക, അവൾക്ക് ഇതൊക്കെ കണ്ട ഒരു അതിശയത്തിൽ അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടാ. അപ്പൊ കാപ്പി പിടിക്കാനുള്ള ടൈമായി. ടൈമിൽ നിന്ന് കുറച്ച് ലേറ്റായി കേട്ടോ. എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ വന്നപ്പം കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഇപ്പം എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചു. വേറെ ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അനിയത്തിയും അനിയനും ഉമ്മായും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു എന്താ പറയാ, ഒരു നല്ല നിമിഷം എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ സുലുവും റിച്ചുവും ഒന്നുമില്ല. അതും ഒരു വിഷമം തന്നെയാണ് സത്യം പറഞ്ഞാൽ. സുലുവും റിച്ചുവും ഇങ്ങനെ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, മോനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ, ഉമ്മ തിരക്കണം. കാരണം അവർ സനയെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൽമാനെ വിളിച്ചത്, സൽമാനാണ് സനയെ കാണിച്ചു കൊടുത്ത്. അവർക്കിങ്ങനെ ലൈനിൽ നിന്ന് അവർ പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സനക്കുട്ടി ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നത്.
അങ്ങനെ പായസം ഒക്കെ ഇതാ കുടിച്ചു കഴിഞ്ഞു. ഇതാ നമ്മളുടെ സനക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇപ്പോഴാണ് ഇതാ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഒട്ടിച്ചൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. നോക്കട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം ഈ ഒരു എൻ്റെതും ഫാബിമോളുടേതും സനക്കുട്ടിയുടെയും ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലപ്പുറം തിരൂരുള്ള ഹൈഷ് ഡിസൈൻ ആണ് കേട്ടോ. അപ്പം അവരുടെ ഇൻസ്റ്റാ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കാണാനായിട്ട് സാധിക്കും. അവരുടെ നമ്പർ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാമേ. ഇന്ന് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് വളരെ ചെറിയ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കേക്കാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് കുത്തി വയ്ക്കുന്നത് അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി അത്ര തന്നെ, അല്ലാതെ ഇതിന് മറ്റൊരർത്ഥമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കൊച്ചു കുഞ്ഞല്ലേ, അപ്പം മറ്റുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ചെയ്യുന്ന കാണുമ്പം അവർക്കും ഒരു ആഗ്രഹമൊക്കെ തോന്നത്തില്ലേ? ഇപ്പോഴല്ല, കുറച്ചുകൂടി വളരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ നമുക്ക് എപ്പോഴും വേണ്ടത്. അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്ത് കേക്ക് കയ്യിലെടുത്തുടൻ അവൾ പപ്പായ വിളിക്കുവാണ് കേട്ടാ കേക്ക് കൊടുക്കാനായിട്ട്. സലൂം നിസാർക്കായും പിന്നാമ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പം അവരെ ഫ്രെയിമിലില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ഇതാ കൊടുത്തു. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇവിടെ സൽമാൻ്റെയും സുൽത്താൻ്റെയും റിസ്വാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഉള്ള അന്നൊക്കെ ഫോട്ടോസാണല്ലോ, വീഡിയോസ് അല്ലല്ലോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഇതുപോലെയൊക്കെ എടുത്തു വെച്ചതാണ് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. ഇതൊക്കെ എത്ര കാലം വേണമെങ്കിലും ഇതൊക്കെ യൂട്യൂബുള്ളിടത്തോളം കാലം അത് ഇവിടെ തന്നെ കിടക്കും. സനക്കുട്ടിക്ക് ഡ്രസ് എല്ലാം വാങ്ങിച്ചു വെക്കാൻ. അതാണ് കളിപ്പാട്ടം കണ്ടില്ലേ? നല്ല രസമുണ്ട്. അതൊന്നും കണ്ടാ നീ ഇതിലൊന്നും അടുത്തതോ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദിവസമായി ഇവിടെ എത്തിയ സംഭവമാണ്. എനിക്കും അറിഞ്ഞൂടെ, ഞാൻ അവന്റെ അടുത്ത് എങ്ങനെ ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. അവൻ ലൈനിലുണ്ട്, ക്യാമറയിലുണ്ട്. എടേ കത്രിക ക്യാമറ എത്തിയാ മറ്റേ തന്നെ ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. ഇത് പറയുമ്പോ ആ വീഡിയോ കാണാത്തവരുണ്ടാവും. നമ്മുടെ നന്ന ഓൾറെഡി പോകുന്നതിന്റെ അന്ന് ഇവൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പോയത്. അതാണ് ക്യാമറ ഒന്ന് തുറന്നേ ഷാജിനെ. ഇത് ദദ്ദ വാങ്ങി തന്നതാട്ടാ. ഇനിയിപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ക്യാമറ ആയല്ലോ. സനിക്ക് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടോണ്ട് നടക്കാം ക്യാമറ. ദദ്ദക്ക് താങ്ക് യു പറഞ്ഞേ. തലയിട്ടോ അവർക്ക് തലയിട്ടോ ക്യാമറ കാണി നോട്ടെ ക്യാമറ നോക്കട്ടെ. നാണം വന്ന് ഫോട്ടോ എടുക്കും. ഇനി നമുക്ക് സനക്കുട്ടിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുക്കാം. സനക്കുട്ടിക്ക് അക്കിയും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. ആ ഡ്രസ്സാണ് ഫസ്റ്റ് സനക്കുട്ടി ഇട്ടിരുന്നത്. ഇനിയും ഉണ്ട് ഡ്രസ്സുകൾ അക്കി എടുത്തു കൊടുത്തത് അല്ലേ? ഇതൊക്കെ ഇടണ്ടേ? പിന്നെ മുമ്മച്ച എടുത്തു തന്നില്ലേ? മുമ്മച്ച തന്ന ഡ്രസ് എവിടെ? ഫോട്ടോ എടുത്തോട്. ഇഷ്ടപ്പെട്ടു കേട്ടോ ക്യാമറ. ശരിക്കുള്ള ക്യാമറ. സത്യം കൊടുത്തിട്ട് കുട്ടി ക്യാമറ അടിപൊളി. എനിക്ക് വയ്യ.
അപ്പോൾ ഇതാ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതാ ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടി ആ ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ അവൾക്ക് മൻസൂർ റാമ കൊടുത്ത ഡോളാണ്. അപ്പോൾ ആ ഡോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനൊക്കെ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ശരിക്കും സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അവളിത് അതൊക്കെ എടുത്ത് വെച്ചിരുന്ന് കളിക്കുന്നത് നോക്കിക്കേ. അപ്പം ഇത് സനക്കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയൊരു ഡോളാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളുടെ സനക്കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ നമ്മുടെ സനക്കുട്ടി ഞങ്ങളും എല്ലാവരും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.